നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറത്ത്, ഒരുപക്ഷെ സാറ് പ്രതീക്ഷിച്ചിരിക്കാം, എങ്കിലും ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ദൃശ്യം സമാനതകളില്ലാത്തൊരു വിജയമാണ്. തിയേറ്റർ വിട്ടകന്ന പ്രേക്ഷകരെ മടക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് ദൃശ്യം. അത്രയ്ക്ക് ഈ അഭൂതപൂർവമായ ഒരു വിജയമാണ് ദൃശ്യം. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാനെന്താ പറയുന്നത്, ഞാനും ഇതേപോലെ ഇത്രയൊന്നും ഞാനും പ്രതീക്ഷയില്ല. ഇതൊരു നല്ല സിനിമയാണ്. മെമ്മറീസിന്റെ സമയത്ത് ഞാൻ പറയാറുണ്ട് ഇതൊരു നല്ല സിനിമയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ കോൺഫിഡന്റ് ആണ്. പക്ഷെ എത്രത്തോളം ഓടും എന്നുള്ളത് പറയാൻ അത് പറയാനുള്ള ഒരു എനിക്കറിയില്ല. എത്രത്തോളം ഓടും അത് എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ദൃശ്യവും ഒരു നല്ല സിനിമയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് ആവുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാനിപ്പോഴും ഇടയ്ക്ക് ആലോചിക്കും, എന്റെ മോളോടും ചോദിക്കും, ഇതിന് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ഓരോ കിട്ടുന്ന കോളുകളും, അതുപോലെ എന്റെ 2 ഫോൺ നമ്പറും ജാമായി. അങ്ങോട്ട് എന്താ പറയാ, ഇങ്ങനെ കോളുകൾ തുടരെ വന്ന് ഒരു സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ മെസ്സേജ് ഇടാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഒരു ഫോൺ റിങ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. റിങ് ചെയ്തുകൊണ്ടിരിക്കും, എടുക്കാതിരിക്കാൻ വിഷമം. അപ്പൊ അതുപോലെയൊക്കെ പിന്നെ അതുപോലെ തന്നെ പടം ഇറങ്ങി 3-ാം ദിവസം ഇതിന്റെ എല്ലാ ലാംഗ്വേജിലേക്കുള്ള റൈറ്റ് വിറ്റു പോവുക. തമിഴിൽ നിന്നും ഒക്കെ വലിയ പ്രൊഡ്യൂസേഴ്സും ലിംഗസ്വാമി അടക്കം പലരും വിളിക്കുന്നു. അപ്പോ ഒരു വേറൊരു തലത്തിലേക്ക് ഈ സിനിമ ചെന്നു എന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞ ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു. അവസാനം ഈ ഇതിന്റെ അന്നത്തേക്കും റൈറ്റ് വിറ്റുപോയി. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, സാരമില്ല, എനിക്ക് താങ്കളെ വെച്ചിട്ട് തമിഴിലോ ഹിന്ദിയിലോ ഈ മലയാളത്തിലോ ഏത് ലാംഗ്വേജാണെങ്കിലും കുഴപ്പമില്ല, ഒരു പടം ചെയ്യണം. ലിംഗസ്വാമിയുടെ അവരാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇത് ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുക, ഭയങ്കരമായിട്ട് ഞെട്ടിയിരിക്കുക. കൺഗ്രാറ്റുലേഷൻസ് സാർ, കൺഗ്രാറ്റുലേഷൻസ്. മലയാളം അടുത്ത കാലത്ത് ഒന്നും ഇങ്ങനെ ഒരു വിജയം കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഈ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകർ അകന്നുപോയി. ഈ ഹോളിവുഡിൽ പണ്ട് ജോസും മറ്റൊക്കെ കൊണ്ടുവന്ന ഒരു വിജയം, സ്റ്റാർ വാർസും കൊണ്ടുവന്ന ഒരു വിജയം പോലെയാണ് ഇപ്പോൾ ദൃശ്യത്തിന് ആ വിജയത്തിനൂടെ കമ്പയർ ചെയ്യാൻ പറ്റും. പ്രേക്ഷകരെ അത്രമാത്രം തിയേറ്ററിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ചോദിക്കാനുള്ളൊരു കാര്യം, ഇതുവരെ മലയാളത്തിൽ ആരും പരീക്ഷിക്കാത്തൊരു ജോണറാണ് ഈ ഫാമിലി പ്ലസ് ത്രില്ലർ. ഇതും പരീക്ഷിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് സാർ കിട്ടിയത്? മലയാളത്തിൽ മുമ്പ് അങ്ങനെ വന്നിട്ടില്ലേ? ഫാമിലിയും ത്രില്ലർ എലമെന്റ്സും കമ്പൈൻ ചെയ്ത് ഇങ്ങനൊരു ഫോർമാറ്റിൽ വന്നിട്ടില്ല എന്നാണ് എന്റെ പരിമിതമായ അറിവിലുള്ള തോന്നുന്നത്. ഐഡിയ ഇല്ല. അല്ല, അങ്ങനെ ഒരു ജോണർ പരീക്ഷയൊന്നുമല്ല ഇത്. ഞാനൊരു ജോണർ സത്യം തന്നെയോ ജോണർ പരീക്ഷയൊന്നുമല്ല. ഒരു കഥ വന്നപ്പം ആ കഥയുടെ രീതിയിൽ പോയി. ഇത് വളരെ എന്താ പറയാ, ഒരു 10-12 കൊല്ലം മുമ്പ് ഒരു വ്യക്തി ഒരു 2 ഫാമിലി തമ്മിലുണ്ടായ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കാനിടയായി. അതിനകത്ത് അവർ പറഞ്ഞിരുന്നത്, ആ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതാണ് എന്നെ ഭയങ്കരമായിട്ടും ആ സിറ്റുവേഷനാണ് ഈ സിനിമ കഥ ഉണ്ടാകാനുള്ള കാരണം. 2 പേരുടെ ഭാഗത്ത് ന്യായമുണ്ട്, 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇതിപ്പോ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പൊ അന്ന് എന്നെ ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അന്ന് ഞാൻ ഓർത്തു ഇതൊരു ഭയങ്കര മെലോ ഡ്രാമ എന്ന് പറഞ്ഞ കഥയായിട്ട് ചെയ്യാൻ പറ്റുള്ളായിരിക്കും. അതെന്റെ മനസ്സിൽ കിടന്നു. ആ സമയത്ത് മമ്മിയാനെ ഡിക്റ്റേറ്റീവ് ഇതടക്കം പല സംഭവങ്ങൾ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇവൻച്വലി അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയെങ്കിലും പറയാൻ പറ്റും, ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ അങ്ങനെ പറയാൻ കൂടുതൽ അതൊരു ഇതായിരുന്നു. അങ്ങനെ അതിന്റെ സാധ്യതകളെ കുറിച്ച് ആലോചിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല സ്റ്റേജസിലൂടെ ട്രാവൽ ചെയ്തപ്പം അങ്ങനെ ഇവൻച്വലി ഇത് ഇവോൾവ് ചെയ്ത് വന്ന ഇതിന് ഡിറ്റക്റ്റീവ് ആണെങ്കിലും മമ്മിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്താ പറയാ, ഇങ്ങനെ ഒരു ഫാമിലി ത്രില്ലർ ചെയ്യണം എന്നൊന്നും വിചാരിച്ചു ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു. അതിപ്പോ ട്രെൻഡ്സെറ്ററായി മാറുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഞങ്ങള് സ്നേഹസല്ലാപത്തിലെ മെമ്പേഴ്സിനും ഇതൊരു എന്താ പറയുക, വല്ലാത്തൊരു വിജയമാണ് സാർ. കാരണം ഇന്നുവരെ ഒരു ചിത്രത്തിനും ഉണ്ടാകാത്തത്ര റിവ്യൂസ് ആണ് ഞങ്ങളുടെ വന്നിരിക്കുന്നത്. 80 റിവ്യൂസിന് പുറത്ത് വന്നിട്ടുണ്ട് ഇതുവരെ. എല്ലാം തിയേറ്ററിൽ നിന്ന് കണ്ട് റിവ്യൂ ഇട്ടവരെ. അല്ല, റിവ്യൂസ് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ഇതാണ്, ഭയങ്കര, അതായത് ഇത് ഒത്തിരി പേര് വീണ്ടും കാണുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ ഒരു സസ്പെൻസ്, പക്ഷെ പറഞ്ഞ അതിന്റെ സാർ അത് കൂടുതൽ ഞങ്ങൾക്ക് ഇതൊന്നും എല്ലാം മനസ്സിലായിട്ട് വീണ്ടും കാണുമ്പോൾ ഇയാളുടെ മൂവ്മെന്റ് ഇങ്ങനെയായിരുന്നു ഇതൊക്കെ പറയും. അത് ഞങ്ങൾക്ക് വീണ്ടും കാണുമ്പോൾ രസം തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ എന്താ പറയുക, ഇതിനകത്തൊരു മെസ്സേജ് ഒത്തിരി പേര് ആ മെസ്സേജ് പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചു.
മക്കളെ നന്നായിട്ട് വളർത്തണം, അല്ലെ ഒരാളെന്നെ വിളിച്ചു ഇതിനകത്തൊരു നല്ല മെസ്സേജ് ഉണ്ടമ്മ, ആ മക്കളെയൊക്കെ നന്നായിട്ട് വളർന്നു, ഇല്ല നാട്ടുകാർ തല്ലിക്കൊല്ലും എന്നൊക്കെ എന്ന് പറയുന്ന അത് പിന്നെ ഒരു കുടുംബം ഇപ്പൊ നാളെ ഇത് കാണുന്ന ചെറുപ്പക്കാരനെ തോന്നരുത് ഞാനിങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം, അവരുടെ കുടുംബം, അവരെന്തോരം സഫർ ചെയ്യുന്നു, അപ്പൊ നാളെ അത് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഇങ്ങനെ പല രീതിയിൽ ആൾക്കാരെ പല പെർസ്പെക്റ്റീവ് കാണുന്നുണ്ട്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് കോമൺ മാൻ എന്നൊക്കെ പറഞ്ഞ. അപ്പൊ ഞാൻ പറയല്ലേ, എനിക്കറിയില്ല അതങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നതിനൊക്കെ മുകളിലുള്ള തലത്തിലേക്കൊക്കെ അത് പോയിട്ടുണ്ട്. ആൾക്കാർ അതിന് പല അർത്ഥങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതെ സാർ, പിന്നീട് നമ്മുടെ കഥ ഇടയ്ക്ക് നെറ്റിൽ ചോർന്നിരുന്നു. നമ്മൾ അത് മുമ്പ് ഡിസ്കസ് ചെയ്തതുമാണ്. സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് കഥ എന്ന് പറയാൻ പറ്റില്ല, ചില എലമെന്റ്സ്. അപ്പോൾ അത് അന്ന് വന്നപ്പോ ഇപ്പോഴും സാർ അതിനെ കുറിച്ച് എന്താണ് പറയാൻ തോന്നുന്നത്? ഇപ്പൊ പടം റിലീസ് ആയതിനു ശേഷം കഥ അന്ന് വന്നപ്പോ അതിനകത്ത് കുറെ എലമെന്റ്സ് അതിനകത്ത് എക്സ്പോസ്ഡ് ആയി. പക്ഷെ എനിക്ക് അതിന്റെ ഒരു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാർ എൻജോയ് ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഈ 3, 4, 5 ആൾക്കാർ കാണുമ്പോൾ എൻജോയ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിതൊരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നൊരു ഫ്രണ്ട് ചോദിച്ചൊരു കാര്യം ഇതാണ്, ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന സിനിമ നോവലാക്കിയിട്ടാണ് സിനിമ ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്ര ജുറാസിക് പാർക്ക്, ആ നോവൽ വായിച്ചവർ സിനിമ കാണുമ്പോൾ അവർക്ക് സസ്പെൻസ് ഉണ്ടോ? ഇല്ല. പക്ഷെ സ്റ്റിൽ ദേ ആർ എൻജോയ്, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെ വലിയൊരു കാര്യമായിട്ടൊന്നും കണക്കാക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ ഒരു കാര്യത്തിൽ സന്തോഷമാണ് വെച്ചാൽ അന്ന് കുറച്ച് പേര് ചില പ്രത്യേക താല്പര്യപ്രകാരം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ സിനിമ ഇറങ്ങി, മെമ്മറീസും ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചതും എനിക്ക് മലയാളി ഓഡിയൻസിന്റെ ഞാൻ കാല് തൊട്ട് വന്നിക്കുകയാണ് അവര്. കാരണം വെച്ചാല് അവര് ഇതൊരു നല്ല സിനിമയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ അവർ കഥ ആരോടും പറയുന്നില്ല. എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനധികം സിനിമ കാണാറില്ല, പക്ഷെ ഭയങ്കര റിവ്യൂ കിട്ടും. അപ്പൊ ഞാൻ ഈ സിനിമ കുറിച്ച് എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, എടാ എന്നാ ഇങ്ങനെ പടം ഇറങ്ങിയത്, എന്നാടാ അതിന്റെ കഥ എന്നാടാന്ന്. അപ്പൊ ചോദിച്ചു, എടാ നീ ഇച്ചിരിയായിട്ടും പടം കണ്ടില്ല, പോയി സിനിമ കാണണം, അവൻ കഥ ചോദിച്ചോണ്ട് കൊടുക്കുന്നു എന്നും പറയുന്നത്. അപ്പൊ ഞാൻ ഓർത്തി, ചേട്ടാ എന്നൊന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഞാൻ വിളിക്കുക, സാറേ ആൾക്കാർ എന്റെ സുഹൃത്തുക്കൾ പോലും എന്റെ കഥ പറഞ്ഞു തരുന്നില്ല, അത്രയും അവര് തന്നെ ഈ പടം ഓടണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, അത് പ്രേക്ഷകരാണ് ഒരു സിനിമയെ എന്താ പറയാ അവര് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ടാണ്. ഈ വിജയം പ്രേക്ഷകര് വിജയിപ്പിച്ചു തരുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് അവരോട് എനിക്ക് അത്രയധികം കടപ്പാടും അത്രയധികം ബഹുമാനവും തോന്നുവാണ് നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഒത്തിരി അല്ലാത്ത എനിക്ക് തമിഴ്നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ട് ഒത്തിരി മലയാളി ഡയറക്ടേഴ്സിലേക്ക് കൊള്ളുന്നു. മെയിനായിട്ട് അതിനകത്ത് ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത പഴയൊരു ഡയറക്ടർ, പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മലയാള സിനിമയുടെ പോക്ക് എന്റെ സങ്കടത്തിലിരിക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ. വളരെ ഈ പടം ഞാൻ കണ്ടു, റിവ്യൂ കേട്ട് പോരാ, ഞാനിപ്പോ മലയാള സിനിമ കാണാറില്ല, പക്ഷെ അങ്ങനെ എത്രയും കേട്ടപ്പോ ഒന്ന് കണ്ടു. വളരെ ഒത്തിരി സീനിയർ ആയിട്ടുള്ളൊരു അദ്ദേഹം, വളരെ സന്തോഷം തോന്നി. ഇത് എനിക്ക് എറണാകുളം ഞാൻ എത്രയും എനിക്ക് താങ്കളെ ഒന്ന് കാണണം, എനിക്ക് വളരെ നന്ദിയുണ്ട്, മലയാള സിനിമ ഇങ്ങനെ തിരിച്ചു വന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. മനസ്സിലായത്? അതെ അതെ സാർ. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫാൻ ഫൈറ്റ് അല്ലെങ്കിൽ ഈ താരരാജാക്കന്മാരുടെ ഫാൻസ് തമ്മിലുള്ള ഈ യുദ്ധത്തിന് വേണ്ടി സിനിമയെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത, ഇപ്പൊ കഥ നെറ്റിൽ ചോർത്തിയത് തന്നെ അത്തരമൊരു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള എന്താണ് സാറിന് പറയാനുള്ളത്? ഈ ഫാൻ ഫൈറ്റുകളെ കുറിച്ചും അതിനുവേണ്ടി സിനിമയെ നശിപ്പിക്കുന്ന പ്രവണതകൾ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഫാൻ ഫൈറ്റ് എന്നല്ല, നമ്മള് എന്ത് കാര്യവും അത് എന്തിന് പൊതുവായ ദോഷം വരുന്നതാണെങ്കിൽ അത് ചെയ്യരുത്. ഇപ്പൊ ഫാൻ ഫൈറ്റ്, ഇപ്പം അരുൺ പറഞ്ഞ പോലെ തന്നെ ഫാൻ ഫൈറ്റ് സിനിമയെ ദോഷം ചെയ്യുന്നുണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നു. സിനിമയെ മാത്രമല്ല, ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല 2 ആക്ടേഴ്സിന്റെ കരിയറിനെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുമ്പോൾ അത് അവരുടെ സിനിമകളെ ബാധിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അവരത് മനസ്സിലാക്കി അവരത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, മമ്മൂക്കായുടെ നേരെ ഓരോ ഇത്, ഞാൻ ഈയിടെ ലാലേട്ടന്റെ ഫാൻസ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം കഥ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിന് അതുപോലെ തിരക്കും ഇങ്ങനത്തെ കുറെ ഡേയ്സ് വന്നപ്പോൾ അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. എന്റെ പുള്ളി കുറെ പേർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് പുള്ളിക്ക് പെട്ടെന്ന് അങ്ങനെ ഇടയ്ക്ക് മാറാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു, ഇത് നല്ല സിനിമയാണ്, ഇത് ഉറപ്പായിട്ട് ഓടും. അപ്പൊ ഞാൻ വേറൊരാളെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ കാസ്റ്റിങ്ങിലടക്കം എന്റെ കൂടെ നിന്ന് മീനിയോട് പറയാനും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അത് മമ്മൂക്കയെ കുറിച്ചൊക്കെ അങ്ങനെ എഴുതുന്നത് എനിക്ക് വേദനയുണ്ട്. കാരണം അദ്ദേഹം ഒരു നല്ല സിനിമ ഉണ്ടാവണം, നല്ല സിനിമ ആയി ഇത് മാറണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്.
അവിടെ ആര് ചെയ്യുന്നു, ആരാണ് ഇതിന്റെ ക്യാരക്ടർ ചെയ്യുന്നു, അതൊന്നും പുള്ളി നോക്കിയിട്ടില്ല. ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയാം. അത് അവര് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ, അവര് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. അതെ, ഒരു വിജയം മൊത്തം ഇക്വേഷനെ മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയും കൂടെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷവും കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു വിവാദമായിരുന്നു ഒരു നവാഗത സംവിധായകൻ ഫേസ്ബുക്ക് മാധ്യമത്തിലൂടെ പറഞ്ഞത്, കഥാമോഷണ വിവാദം ദൃശ്യത്തിനെതിരെ ആരോപിച്ചിരുന്നു. അതിനെക്കുറിച്ച് സാറിന് എന്താണ്? സാർ അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന്റെ എന്നോട് ഒരാളെ വിളിച്ചു പറഞ്ഞു. അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ പ്രൊഡ്യൂസർ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ പുള്ളി ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, അവനെ ഞാൻ വിളിച്ചു പറഞ്ഞു. അവന് കാര്യങ്ങൾ എന്താണെന്ന് എന്താണെന്ന് വ്യക്തതയില്ല. അതായത് വേറൊരാളുടെ ഒരു അസോസിയേറ്റ് ഡയറക്ടറുടെ കഥയായിരുന്നു എന്ന് പുള്ളി എവിടുന്നോ അറിഞ്ഞിട്ടായിരിക്കാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ ഇത് ചെയ്യുന്നു. അറിഞ്ഞിട്ട് പുള്ളി അത് കയറി ഇത് ചെയ്തു. കാരണം പുള്ളിയോട് അവരൊന്നിച്ച് വർക്ക് ചെയ്തവരാണ്. ഞാൻ പിന്നീട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഈ പ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തി എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തതാണ്, അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിന്റെ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്റെ കയ്യിൽ ഈ കഥ ഇരിക്കുന്ന സമയത്ത് വളരെ യാദൃശ്യമായിട്ട് ഞാന് എന്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ ഒരു പോലീസ് ഡോക്യുമെന്ററി, മറ്റേ ജനമേത്രി പോലീസിന്റെ ഡോക്യുമെന്ററി സമയത്ത് ഈ പ്രജിത്ത് ഞങ്ങൾ അതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പ്രജിത്ത് എന്നോട് വന്നിട്ട് ചോദിച്ചു, ജിത്തു എന്റെ ഒരു തോട്ടുണ്ട്, ഞാനതൊന്ന് ശ്രീനിയേട്ടനെ കൊണ്ടൊന്ന് സ്ക്രിപ്റ്റ് ചെയ്യിച്ചാലോ എന്ന് ആലോചിക്കുക. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് മുമ്പ് ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും സ്റ്റഫ് ഉണ്ടോ എന്ന് തോന്നണമെന്ന് പറഞ്ഞു. ഒരു കോൺഫിഡൻസ്. അപ്പൊ ജിത്തു ഒന്ന് കേട്ടിട്ട് പറയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി അത് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം പുള്ളി പറഞ്ഞു, ഒരു ക്യാരക്ടർ പറഞ്ഞു, തോട്ട്. അപ്പൊ അന്നോട്ട് എനിക്കറിയാം പ്രേത്ത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് സിനിമയുടെ ആളാണ്. അപ്പൊ അപ്പൊ പെട്ടെന്ന് അവിടെ ഇരുന്ന് ഞാൻ ഒന്ന് രണ്ട് ഈ ചുമ്മാ എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു. അതിനകത്തെ കുറിച്ച് ക്യാരക്ടറൈസേഷന്റെ ഭാഗമായിട്ടും പിന്നെ അതിന്റെ ഒരു പോസ്റ്റർ ഡിസൈനിങ്ങിന്റെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയായിരിക്കണം. പിന്നെ ഞാൻ ചോദിച്ചു, പക്ഷേ മാനസിക ഇതെന്ന് പറയുമ്പോൾ ഇതൊരു ഓഫ് ബീറ്റ്, ഇതിനകത്തൊരു കൊമേഴ്സ്യൽ എലമെന്റ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, ജിത്തു ഒന്ന് ട്രൈ ചെയ്യാവോന്ന് ചോദിച്ചു, എഴുതാൻ പറ്റുമെന്ന്. അപ്പൊ പ്രീത്തിന്റെ ഒരു നല്ല സുഹൃത്താണ്, പ്രീത്ത് വളരെ നല്ലൊരു പയ്യനുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രീത്ത് ഓക്കെ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ പ്രീത്ത് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടും കൂടെയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ട് ഞങ്ങൾ പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് എന്നെ ഫ്ലാറ്റിൽ പോയിട്ട് ഫ്രണ്ട് വിളിച്ചിട്ട് ഫ്രണ്ട് ഒരു സജഷനൊക്കെ പറഞ്ഞു, ജിത്തു ഇങ്ങനെയൊക്കെ ആ ക്യാരക്ടർ ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ അതല്ല, ഇതിനകത്തൊരു എന്തോ ഒരു പ്രശ്നം കിടപ്പുണ്ട്, ഒരു കൊമേഴ്സ്യൽ ഇതില്ല, എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ആലോചിച്ച് നോക്കട്ടെ. ഞാനൊരു പലപ്പോഴായിട്ട്, അതായത് മൈ ബോസ് എഴുതി കഴിഞ്ഞ് ഒരു 1.5 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ പടം ഡേറ്റ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു ആ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഒരു മാസം കിടന്ന് പറ്റിയിട്ടെങ്കിലും എനിക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്കും സങ്കടമായി. കാരണം പ്രീത്തൊരു അപ്കമിങ് ആയിട്ട് പുതിയതായിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നു. ഞാൻ ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷ കൊടുത്തു. അപ്പൊ ഞാൻ വിഷമിച്ചിട്ട് ഞാൻ പ്രേത്തിനെ വിളിച്ചു. ഞാൻ പ്രേത്തിനെ വിളിച്ചിട്ട്, പ്രേത്തെ സ്വന്തം സിനിമ തന്നെ ചെയ്യണം എന്നുണ്ടോ? ഞാനൊരു കഥ തന്നെ സ്വന്തം സിനിമയല്ല, സ്വന്തം കഥ തന്നെ ചെയ്യണം എന്നുണ്ടോ? ഞാനൊരു കഥ എന്റെ ഇരിക്കുന്ന ഒരു കഥ സ്ക്രിപ്റ്റ് ചെയ്ത് തന്നാലും മതിയോ? കാരണം എനിക്കതങ്ങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ പ്രേത്ത് പറഞ്ഞു അതാണ് എന്നെ പറ്റുന്നത്. അപ്പോ ഞാൻ പ്രേത്തിനോട് പറഞ്ഞു ശരി ഞാൻ ഒരു കഥ പറയാമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ കഥയുടെ തോട്ടുണ്ടല്ലോ, ഈ തോട്ട് ഞാൻ ഇങ്ങനെ പറയാണ്. പറഞ്ഞ് ഒരു പകുതി ആകാറായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല പ്രജിത്ത് നമുക്കൊരു കാര്യം ചെയ്യാലോ, ഈ പ്രജിത്ത് പറഞ്ഞ ക്യാരക്ടറൈസേഷൻ നമുക്ക് ഇതിനകത്തേക്ക് കയറ്റി വെച്ചാൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് കഥ പറഞ്ഞപ്പോഴേ എനിക്ക് അപ്പൊ പെട്ടെന്ന് ഫോണിൽ കൂടെ പറഞ്ഞു പ്രജിത്ത് പറഞ്ഞു അത് ശരിയാണല്ലോ. ഞാൻ പറഞ്ഞു പ്രജിത്ത് ഞാൻ പിന്നെ വിളിക്കാം, ഞാനിതൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. ഏതാണ്ട് ഒരു 1.5-2 മാസത്തിനുള്ളിൽ ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് അന്ന് ഇത് വെരി ബിഗിനിങ്ങിൽ പുള്ളി ഇത് പറഞ്ഞു ഓക്കെ ഞാനിതൊന്ന് ശ്രീനിയേട്ടനോട് പറയട്ടെ, ശ്രീനിയേട്ടനായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ സിനിമ ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നു. ഞാൻ സ്ക്രിപ്റ്റ് പുള്ളിക്ക് കൊടുക്കുന്നു, ശ്രീനിയേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുന്നു, ശ്രീനിയേട്ടന് ഇഷ്ടമായി. 1-2 സജഷൻസ് ശ്രീനിയേട്ടൻ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ശ്രീനിയേട്ടനുമായിട്ട് പോയിരുന്നു, അത് റെക്ടിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് പ്രേത്തിന് 1-2 ഇതിനകത്ത് കുറച്ച് ഡൗട്ട്സ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി പ്രേത്ത് നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ 2-3 ദിവസം ഇവിടെ ഒരു ഹോട്ടലിൽ ഇരുന്നു.
പ്രേത്തിന്റെ ഈ പറഞ്ഞ സംശയത്തിനൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു. അപ്പൊ പ്രേത്തിന്റെ ഒരു മേഖലയല്ല ഈ സിനിമ, മനസ്സിലായി? ഇത് കൊമേഴ്ഷ്യൽ വേറെ ഇങ്ങനത്തെ ടൈപ്പ് പടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഡൗട്ട്സ് ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ ക്ലാരിറ്റി കൊടുത്തു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തു, ഇത് നിങ്ങളുടെ കറക്റ്റ് ഇതായിരിക്കും. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ ഈ സമയത്ത് ഒരു പ്രൊഡ്യൂസർ രംഗത്ത് വരികയും ഈ കഥയെക്കുറിച്ച് കേട്ട പ്രൊഡ്യൂസർ രംഗത്ത് വരികയും അവരുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോയി. ഞാൻ മൈ ബോസിന്റെ വർക്കുകളുമായിട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എപ്പോഴും പ്രേത്തിനെ വിളിച്ചപ്പോൾ പ്രേത്ത് പറഞ്ഞു, ഈ ശ്രീനിയേട്ടന്റെ മാർക്കറ്റ് ഇച്ചിരി പ്രശ്നമായി തുടങ്ങി, പടങ്ങളെല്ലാം പുള്ളി ഒത്തിരി അവാർഡ് പടങ്ങളിലൊക്കെ അഭിനയിച്ചു, അങ്ങനെ എന്തോ ഒരു ബിസിനസ്സിലൊക്കെ എന്തോ പ്രശ്നം വരുന്നു. പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് ഇതൊന്ന് മാറ്റി ചിന്തിക്കാം, നമുക്ക് വേറൊരാളെ വെച്ച് ആലോചിക്കാന്ന് പറഞ്ഞു. നമ്മൾ ശരി ആലോചിക്കേ എന്ന് പറഞ്ഞ് വീണ്ടും പോയി. ഞാൻ മൈ ബോസ് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ്, ആക്ച്വലി മൈ ബോസിന് പുള്ളി വർക്ക് ചെയ്യേണ്ടത് അസോസിയേറ്റ് ആയിട്ട്. അപ്പൊ പുള്ളിക്ക് ഞാൻ പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ വന്ന് ജസ്റ്റ് വേണമെന്ന് വന്നെന്ന് ഓരോള്ളൂ ഒരു ഇത് ചെയ്തിട്ട് പോകും, എന്നിട്ട് നിങ്ങൾ ആ പടം ബാക്കി അത് ഇപ്പൊ അതിന്റെ മൂവ്മെന്റ് നടക്കട്ടെ എന്ന്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പുള്ളി ഇത് കഴിഞ്ഞ് മൈ ബോസ് എല്ലാം കഴിഞ്ഞിട്ട് മൈ ബോസ് വിജയമായി ഇങ്ങനെ ഇന്നിപ്പം ഈ പുള്ളി വിളിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ പടം ഒന്ന് ഓടി നല്ല അഭിപ്രായം കേട്ടിട്ടും പ്രേത്തൊന്നും വിളിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രേറ്റിനെ അങ്ങോട്ട് വിളിച്ചു. എന്താ ഭാഷ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തായി നമ്മുടെ സിനിമയുടെ കാര്യം എന്ന് ചോദിച്ചപ്പം അതൊന്നും ആയിട്ടില്ല, വേറെ ആരുമായിട്ട് മൂവി അന്നത്തേക്ക് 1.5 വർഷം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രേറ്റ് ഒരു കാര്യം ചെയ്യാം, എന്നെ വിശ്വസിച്ച് നിൽക്കുക, ഞാനിത് പ്രൊജക്റ്റ് ആക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മമ്മി ആൻഡ് മീയുടെ പ്രൊഡ്യൂസർ ജോയി തോമസ് സംസാരിച്ചു. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നമുക്കിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മലയാളത്തിലെ ഒരു വേറൊരു വലിയൊരു ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ചെയ്യാൻ പേടിയെ പുള്ളിയെ വെച്ച്, എനിക്ക് പുള്ളിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ കഥ പറയാനുള്ള അവസരം ഉണ്ടാക്കി തരാം. അപ്പൊ ഞാനും പ്രൊഡ്യൂസറും ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ ഡയറക്റ്റ് അല്ല സംസാരിക്കുന്നത്, ഈ ജോയി മമ്മിയെന്ന പ്രൊഡ്യൂസറെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ജോയി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ പ്രജിത്തിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രജിത്തിന് ഈ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റണം, ഇത് മാറ്റിയിട്ട് ഹ്യൂമർ ചെയ്യുന്ന മലയാളത്തിൽ വേറൊരു ആക്ടറുണ്ട്, അയാളെ വെച്ച് ഇത് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ അപ്പൊ അയാളെ വെച്ച് ഈ അച്ഛൻ മകൾ എന്നുള്ളത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അയാളുടെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് അത് അച്ഛൻ വേഷം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ സഹോദരനും സഹോദരി എന്നുള്ള കോൺസെപ്റ്റിൽ ഇത് കൊണ്ടുവരണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ജോയിയോട് ഞാൻ പറഞ്ഞു, ജോയി അത് ആലോചിക്കുകയേ വേണ്ട, ഈ സ്ക്രിപ്റ്റിന് വ്യക്തമായ ധാരണയാക്കിയതാണ്, ആ പുള്ളിയുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി ഞാൻ കൊടുത്തതാണ്. ഇനി ഇത് സഹോദരനും സഹോദരി എന്നുള്ള കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുകയും അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോ അങ്ങനെ പുള്ളിക്ക് അപ്പോഴത്തേക്കും ജോയി അവിടെ വിളിച്ച് സംസാരിച്ചു. പുള്ളി പറഞ്ഞു, അല്ല ജിത്തു എന്നെ എപ്പോഴും വെറും ഒരു അസിസ്റ്റന്റ് ആയിട്ട് മാത്രമാണ് കാണുന്നത്, എനിക്കും ഐഡിയാസ് ഉണ്ട്, എനിക്കും ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഇതെങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് എനിക്കും അറിയാമെന്ന്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തത് ജോയി, ഞാനൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യം ചെയ്തത്, അത് വിട്ടേക്ക്, പുള്ളിയോട് വിട്ടാക്കാൻ പറയും. എനിക്ക് ഈ സ്ക്രിപ്റ്റിൽ ഞാനിത് സ്ക്രിപ്റ്റാണല്ലോ, ഈ സ്ക്രിപ്റ്റിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാനിത് ചെയ്തോളാം എന്ന് ഒരു ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പൊ ജോയി ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഇത് പ്രീത്ത് ഇങ്ങനെ ജിത്തു ഇങ്ങനെ പറഞ്ഞു എന്നല്ല. അപ്പൊ പ്രീത്ത് പറഞ്ഞു, ആണോ എന്നാ ജിത്തു ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ജോയി എന്നെ വിളിച്ചു പറഞ്ഞു, പ്രീത്ത് ഇങ്ങനെ പറഞ്ഞു, എന്നാ ശരി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജോയി, അപ്പൊ ഞങ്ങൾ അപ്പോഴും ഡയറക്റ്റ് സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഡയറക്റ്റ് സംസാരിച്ചത് പ്രീത്തിന് എന്നോട് പറഞ്ഞു, അതെ എന്റെ ക്യാരക്ടറൈസേഷൻ ഇങ്ങനെ തിരിച്ചു തന്നത്, എനിക്കത് എന്റേതായ രീതിയിൽ സിനിമ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാനത് തിരിച്ചു തന്നേക്കാം, ഞാനത് മാറ്റിയേക്കാം, ഞാനത് തിയേറ്ററും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളത് എടുത്തു, നിങ്ങൾക്ക് നിങ്ങളുടേതായ പുള്ളിയുടെ ഒരു കഥയുണ്ടല്ലോ ആ ഫസ്റ്റ് തോട്ട്, നിങ്ങൾ ആ ലൈനിൽ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ആ ക്യാരക്ടറൈസേഷൻ തിരിച്ചു കൊടുത്തു, ഞാൻ എന്റെ കഥ എന്റേതായ ഫോർമാറ്റിലേക്ക് മാറ്റി ഞാൻ ചെയ്തു. ഇതാണ് സംഭവം. ഇതിനകത്ത് ഞാൻ എന്താണ് കഥ അടിച്ചു മാറ്റിയേക്കുന്നത്, എന്റെ കഥയ്ക്ക് പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ ഞാൻ പ്ലേസ് ചെയ്തു. അവസാനം ഇത് ഞങ്ങൾ തമ്മിൽ ധാരണയാകാതെ എനിക്ക് കൺവിൻസിങ് ഞാൻ പുള്ളിയെ കുറ്റം പറയില്ല, പുള്ളി ഒരു ഡയറക്ടറാണ്, പുള്ളിക്ക് കൺവിൻസിങ് ആകാത്ത രീതിയിൽ പുള്ളി സിനിമ ചെയ്യരുത്. എന്നെ ഇപ്പൊ ഞാൻ മലയാള സിനിമയുടെ ഫൈനൽ വേർഡൊന്നുമല്ല, പുള്ളിക്ക് ചില ചിന്താഗതികളുണ്ട്, അതുമായിട്ട് പൊരുത്തപ്പെടാൻ ഈ കഥ വെച്ച് പൊരുത്തപ്പെടാൻ പുള്ളിക്ക് പറ്റുന്നില്ലെങ്കിൽ പുള്ളി ഒരിക്കലും ചെയ്യരുത്. ഞാനത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, അത് ആരാ ശരി ആരാ തെറ്റെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ എനിക്ക് കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ എനിക്ക് ആ സ്ക്രിപ്റ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ തിരിച്ച് മേടിച്ചു. ഞാൻ എന്റെ ഈ പറഞ്ഞ കഥയിലേക്ക് എന്റെ പഴയ ലൈനിൽ തന്നെ ഞാനത് കൊണ്ടുപോയി. ഇതാണ് ആക്ച്വലി നടന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളി ഇപ്പൊ എവിടെയെങ്കിലും പുള്ളി ഒരു പ്രജിത്ത് ഇതൊരിക്കലും
തിരിച്ചു പറയാം. കാരണം പ്രീത്ത് ഒരു പാവം പയ്യനാണ്. അപ്പൊ പ്രീത്തിനെ സംബന്ധിച്ചോളം പ്രീത്ത് പറയുന്ന ഇതായിരിക്കും ഞാൻ ചെയ്യാനിരുന്നതാണ്, എന്റെ കഥയാണെന്ന്. ചിലപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ പറഞ്ഞത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. മനസ്സിലായോ? ഇതിനകത്ത് എന്താണോ ഡീറ്റെയിൽ ആയിട്ടുള്ള ആർക്കും അറിയില്ലോ. അതാണ് സംഭവം. ഓക്കെ സാർ, ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷം ഇദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച്? ഇല്ല, ഞാൻ ഇതിനെ സംസാരിക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ചും പ്രീത്ത് അത് 1-2 പേരോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ വിളിച്ചു ചോദിക്കാൻ പോലും. ഞാൻ എന്തിനാ വിളിച്ചു ചോദിക്കുന്നത്? പ്രീത്ത് എന്തെങ്കിലും വന്ന് പ്രീത്ത് തന്നെ വിളിക്കട്ടെ. മാത്രമല്ല ഈ ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്താണ്. അപ്പൊ ഇത് മറ്റേ ചെറുപ്പക്കാരൻ മറ്റേ പുതിയ അപ്കമിങ് ഡയറക്ടർ ഇങ്ങനെയൊക്കെ ഇട്ടു, എനിക്കൊരു പരാതിയില്ല. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ ആൽവിനാനി തന്നെ ഇത് കണ്ട് ആൽവിനാനി അവനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ആൽവിനാനിക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം. ഇത് ഇൻഡസ്ട്രി കുറെ പേർക്കറിയാം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല, ഇൻഡസ്ട്രിയിലെ കുറെ പ്രൊഡ്യൂസേഴ്സിനും കുറെ അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ അറിയാത് ഈ സംഭവം ഇതെങ്ങനെയാണെന്ന് ഇത് വന്നത്. അപ്പൊ ആൽവിനാനി അവനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാ? അപ്പൊ നീ ഇങ്ങനെ പ്രീത്ത് പറഞ്ഞു അങ്ങനെ എന്റെ കഥയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് കാര്യങ്ങൾ അറിയാമെന്ന് ചോദിച്ചു. പുള്ളി ഒരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പുള്ളി അത് ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പൊ ഞാനിപ്പോ എഴുതിയിട്ടയാളെ നമ്മൾ കുറ്റം പറയുന്നില്ല. നമ്മളൊക്കെ പല കഥകൾ ഇപ്പൊ ഞാൻ ജീവിതത്തിൽ ഒരു പാഠം പഠിച്ചു. നമ്മുടെ ജീവിതത്തിൽ പല കഥകൾ കേൾക്കും. അത് പണ്ടേ ഞാൻ വിശ്വസിക്കുന്നതല്ല. സ്വന്തം കണ്ണുകൊണ്ട് കാണാത്തതും സ്വന്തം ചെവി കൊണ്ട് കേൾക്കാത്തതും വിശ്വസിക്കരുത്. അത് ഞാൻ പണ്ടേ ആ പോളിസിക്കാരനാ. ഏതൊക്കെ രീതിയിലാണ് കഥകൾ വരുന്നത്. അപ്പം ഞാൻ പിന്നെ ഇതിനൊന്നും എക്സ്പ്ലനേഷൻ എനിക്ക് ആരെ ഇതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ സിനിമ കോപ്പിയാണെന്ന് പറഞ്ഞു വന്നു. ഈയിടെയും ഒരു ചാനൽ അറിയിച്ചു പല സിനിമകളും കോപ്പിയാണ് മറ്റാണെന്ന് സബ്ജക്ട് കോപ്പി അടിച്ചത്. ശരിയാണ്. മൈബോസ് എന്ന് പറയുന്ന സിനിമ ഞാൻ തുറന്നു സമ്മതിക്കുന്നു, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ബാക്കി സിനിമയൊന്നും ഞാൻ കോപ്പി അടിച്ചൊന്നുമല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്. റിസംബ്ലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, അത് ആവശ്യമായിരിക്കും. അത് എനിക്കാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കിത് ആരെയും ഇപ്പൊ ഇത് ചെയ്ത് എല്ലാവരും ഞാനൊരു സിനിമ ചെയ്യുന്നു, അത് ഇത് ചെയ്യുന്നു, എന്റെ മനസാക്ഷിക്ക് അറിയാം ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകുന്നത്? നിങ്ങള് ശേഷല്ലാഭവും ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു. സർ, അത് വളരെ നന്നായി. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് സാറിനെ സംശയിച്ച പലർക്കും അതൊരു ക്ലാരിറ്റി ഉണ്ടാവും. അത് അങ്ങനെ ഉണ്ടാവുന്നതാണ് നല്ലതെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. സാറിനെ ആരാധിക്കുന്നവര് എന്നെ അടുത്തറിയാവുന്ന ആരും ഇത് അടുത്തറിയാവുന്നവർക്കറിയാം. ഞാൻ സഹായിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ ആ പയ്യനെ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വൈഫിനോട് പറഞ്ഞു, എന്നെ വിശ്വസിച്ച് കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് പ്രജിത്താണ് ഇതിന്റെ ഡയറക്ടർ. ഒരുപക്ഷെ ചിലപ്പോൾ ലാലേട്ടൻ ആയിരിക്കില്ല ചെയ്യുന്നത്, വേറെ മലയാളത്തിലെ ചെറിയ ആർട്ടിസ്റ്റ് ആയിരിക്കും. ചെറിയ ആർട്ടിസ്റ്റ് ആണ് ചിലപ്പോൾ ഇതുപോലെ ന്യൂസും ഇതുപോലെ ട്രമെൻഡസ് റിപ്പോർട്ട്സ് വരില്ലായിരിക്കാം. പക്ഷെ അപ്പോഴും ഇതൊരു നല്ല സിനിമയായിട്ട് നിന്നാൽ ഒരു പുതിയ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് പ്രജിത്തിന് ഇതൊരു ലാൻഡിങ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒറ്റ വാക്കിയാണെന്ന് പറഞ്ഞു. പുള്ളിക്ക് 2 വർഷം ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടന്നിട്ട് പ്രൊജക്റ്റ് ആക്കാൻ പറ്റാന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കാവോ, ഞാനിത് പ്രൊജക്റ്റ് ആക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്ന് കരുതി ആ കഥയ്ക്കകത്ത് എനിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത ചേഞ്ചസ് പറയാൻ ഞാൻ സമ്മതിക്കില്ല. അതിപ്പം ഇതിനകത്ത് ലാലേട്ടനല്ല ഇവർ ആര് വന്നിട്ടാണെങ്കിലും കഥയ്ക്കകത്ത് ചേഞ്ചസ് പറഞ്ഞാൽ അത് എന്റെ ഫസ്റ്റ് സിനിമ തൊട്ടുണ്ട്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ സ്വീകരിക്കത്തില്ല. അതിന് അങ്ങനെ വഴങ്ങി ഞാൻ കൊടുക്കുന്ന പ്രകൃതക്കാരനുമല്ല. അതിന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. എനിക്കറിയാം ഇപ്പൊ ദിലീപ് അല്ലെ ലാലേട്ടൻ പൃഥ്വിരാജ് ഇവരൊക്കെ പറഞ്ഞ നല്ല സജഷൻ ചെയ്ത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ശരി അല്ല അത് വേണ്ടെന്ന് പറയുമ്പോൾ അവരും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ദിലീപിന്റെ കൂടെ മൈബോസിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാൻ മേലാത്ത എന്നെക്കാൾ കുറച്ച് സിനിമയുടെ പൾസ് അറിയാവുന്ന ദിലീപ് ജി പറയുന്ന പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ റീഡിങ് തെറ്റാ. അപ്പൊ ഞാൻ ദിലീപ് ജി അന്ധമായിട്ട് വിശ്വസിച്ച് തന്നെ ഞാൻ അങ്ങ് ഇറങ്ങിയത്. കാരണം അത് ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള വിശ്വാസമാണ്. എന്ന് പറയുന്ന പോലെ പ്രജിത്ത് എന്നെ വിശ്വസിക്കുന്നായിരുന്നു. അതെന്റെ കൂടെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. സാർ, അതുപോലെ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് സജഷൻസ് ഉണ്ടാവും. കലാവൻ ഷാജോൺ സജഷൻസ് പറയുന്നുണ്ടായിരുന്നു. ഒരു ഒരു സീൻ കൺസീവ് ചെയ്ത് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതി കഴിയുമ്പോൾ ചെറിയ ഇംപ്രവൈസേഷൻ ഇതൊക്കെ വരും. നല്ലതാണെങ്കിൽ ഞാനത് സമ്മതിക്കും. ഞാനിപ്പോഴും പറയുന്നു, സിനിമയിൽ ഈഗോയും വാശിയും പാടില്ല. നമ്മളൊരു സീൻ ചെയ്തിട്ട് എന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞു ചിലരുടെ ശ്രദ്ധിക്കാതിരിക്കും. നമ്മുടെ ഡയലോഗ് അതൊക്കെ തന്നെ ചിലപ്പോൾ ഒരു വാക്കൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെയൊന്ന് പറഞ്ഞോട്ടെ കംഫർട്ട്. ഞാൻ അർത്ഥം അത് തന്നെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എക്സാക്ട്ലി ഇത്ര തന്നെ പിടിച്ചു അല്ലെങ്കിൽ ആ വേർഡിന് പർട്ടിക്കുലർ ആയിട്ട് ആ സിനിമയിൽ അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. അപ്പൊ ഞാൻ പറയും ഇല്ല അത് മാറ്റാൻ പറ്റില്ല. അല്ലാത്തടത്തോളം കാലം ഞാൻ ആർട്ടിസ്റ്റിനെ അവരെ ഫ്രീ ആയിട്ട് വിടുക, അവരുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വിടുക. അപ്പോഴേ അവരുടെ നല്ല ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അവരെ നമ്മൾ കൂടുതൽ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം, ഞാൻ ഒരു പല വർക്ക് ചെയ്തിട്ടുള്ളപ്പോഴും ചില വാക്കിൽ കയറി കൊടുത്തിട്ട് ഇവർ അതിൽ കോൺഷ്യസ് ആയിട്ട് ഡയലോഗ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പൊ അത് സിനിമ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അതെ സർ, ഈ സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം മുതൽ തന്നെ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ മോഹൻലാലിനെ തിരിച്ചു തന്നിരിക്കുന്നു എന്ന്. ഇത് സാർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതിന് മോഹൻലാൽ എങ്ങോട്ടെങ്കിലും പോയായിരുന്നു തിരിച്ചു വരാനായിട്ട്? പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞാൻ ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന കഥകളിൽ നിന്ന് ഉള്ളതിൽ ബെസ്റ്റല്ലേ അദ്ദേഹത്തിന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം ചൂസ് ചെയ്യുന്നു. അപ്പം കഥകളുമായിട്ട് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നവരാണ് അദ്ദേഹത്തിന് നല്ല ഡിഫറെന്റ് ആയ സാധനം കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ അത് ഇപ്പൊ ഞാനൊരു ആക്ടർ ആണെങ്കിൽ എന്റെ അടുത്ത് അല്ല ഞാൻ തന്നെ ഇരുന്ന് എല്ലാ കഥകളും ഉണ്ടാക്കണം. എന്റെ അടുത്ത് കഥകൾ വരുമ്പോൾ അതിനകത്ത് നല്ലത് ഉള്ളതിൽ ഭേദമെന്ന് തോന്നല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനത് അദ്ദേഹം തിരിച്ച് വന്നു എന്ന് പറയുന്നത് അദ്ദേഹം ഒന്നും പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. താങ്ക് യു സർ. ഇനി ദൃശ്യം ഇത്രയും വലിയ വിജയമാക്കിയ പ്രേക്ഷകർ, അതിൽ സ്നേഹസല്ലാമ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയാനുള്ളത്? വലിയ നന്ദിയും അവരോടുള്ള കടപ്പാടും അറിയിക്കുക, അത്രേ ഉള്ളൂ. കാരണം ഇവിടെ എപ്പോഴും പറ്റുന്നവരെന്നറിയാം, ഈ പ്രേക്ഷകര് രാഷ്ട്രീയത്തിലും സിനിമയിലും ഉള്ളൊരു പ്രത്യേകത അറിയാം. രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്ത് ജനങ്ങൾ വോട്ട് ചെയ്ത് നേതാവാക്കും. കുറച്ച് കഴിഞ്ഞ് നേതാവ് ജനങ്ങളെ മറക്കും. ഇത് തന്നെയാ സിനിമയിൽ. പ്രേക്ഷകര് അവര് ആണ് താരങ്ങളെയും ടെക്നീഷ്യൻസിനെയും ഒക്കെ സൃഷ്ടിക്കുന്നതും അവരെ ഈ പദവിയിലേക്ക് ഉയർത്തി വെക്കുന്നത്. പക്ഷെ പലരും, എല്ലാരും ഞാൻ പറയുന്നില്ല, പലരും അത് കഴിയുമ്പോൾ തിരിഞ്ഞു പോകും, കൊഞ്ഞനം കുത്തി. അതാണ് അത് ഞാൻ പറഞ്ഞത്. സിൻസിയർ ആയിരിക്കുക, പ്രേക്ഷകരോട് സിൻസിയർ ആയിരിക്കുക, അതാണ് വേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഞാൻ മറ്റുള്ള കാര്യമല്ല, ഞാൻ അങ്ങനെ ഇത്ര നല്ല സ്ക്രിപ്റ്റ് ഞാൻ അതിന്റെ ക്രെഡിറ്റ് പ്രേക്ഷകർക്ക് കൂടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ഇത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവരുമായിട്ട് സംസാരിച്ചു, അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോ അവര് എനിക്ക് തരുന്നൊരു സപ്പോർട്ടുണ്ട്. ഇപ്പൊ പ്രേക്ഷകർ തന്നെ കേരളത്തിലെ എല്ലാ പ്രേക്ഷകരുമായിട്ട് ഞാൻ കഥ ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരു സെലക്ടഡ് ഗ്രൂപ്പ് എനിക്ക് വിശ്വാസമുള്ളവർ, ഇത് പുറത്ത് പറയില്ലെന്നും ഇത് എന്റെ മുഖത്തടിച്ച് അഭിപ്രായം പറയുന്നുള്ളവരുമായിട്ട് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അവരെന്നോട് പറയുന്നത് അങ്ങനെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നെ നന്നാക്കാനാണ്, കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ പ്രേക്ഷകരോട് എന്തും നന്ദിയും കടപ്പാടും ഉള്ളവനായിരിക്കും ഞാൻ. ഓക്കെ സാർ, ഞങ്ങളുടെ സൈറ്റിലെയോ അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ റിവ്യൂസ് ഒക്കെ കണ്ടിരുന്നോ സാർ? സ്നേഹസല്ലാപത്തിലെ ഞാൻ പറഞ്ഞില്ലേ 80 റിവ്യൂസോളം വന്നിരുന്നു. 80 റിവ്യൂസ് കഴിഞ്ഞു. എന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഫോണിൽ വെക്കാൻ നേരമില്ല. അതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു വീട് മാറി, അതിന്റെ പാല് കാച്ചലും പരിപാടിയായിട്ട് നടന്നു. ഇപ്പോഴും ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഒരു 31 വരെ പഴയ ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ അതിങ്ങോട്ട് ഞാനിപ്പം ആക്ച്വലി ഞാൻ അരുണുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞാനും വൈഫും കാറിൽ വരുമായിരുന്നു. ഏറ്റവും വീട്ടിൽ വന്ന് കയറി. അപ്പൊ ഇതിങ്ങനെ എന്റെ ജോലി നടന്നു. അതിന്റെ ഇടയ്ക്ക് പ്രൊമോഷൻ ഷൂട്ടിന് പോകണം, അതിന്റെ ഇടയ്ക്ക് ഫോൺ കോളുകൾ വരും, അത് സംസാരിക്കണം. കുറച്ച് കഴിയുമ്പോൾ മടിക്കുമ്പോൾ ഫോൺ സൈലന്റിൽ ഇടും. എങ്ങനെ ക്ഷമയോട് ഇതിനെയൊക്കെ നേരിടാൻ പറ്റുന്നുണ്ട്? അതും ഇത്രയും ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചെയ്ത് അതാ ഞാൻ പറഞ്ഞത്, എന്നെ വലുതാക്കുന്ന പ്രേക്ഷകരാണ്. അവര് വിളിക്കുമ്പോൾ അവരോട് ഞാൻ ഒരു ബേസിക് മര്യാദയും കാണിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്ത. കാരണം എന്ന് വെച്ചാല് അത് ശരിയല്ല. പക്ഷേ ഫോൺ റിങ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഇത് എടുക്കുമ്പോൾ അപ്പുറത്തെ കോള് ഇപ്പൊ ഇത് ഇൻകമിങ് കോള് വരുന്നുണ്ട്, അപ്പുറത്തെ ഫോൺ ഞാൻ മാറ്റി സൈലന്റ് ഇട്ടേക്കുക. കാരണം ഇത് സംസാരിക്കുമ്പോൾ അപ്പുറത്തെ കോള് ചെയ്ത അപ്പൊ അപ്പുറത്തെ ഫോൺ സൈലന്റ് ആയിട്ട്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഒരു സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ചിലരിനോട് ചോദിച്ചാൽ എന്തിനാ ഇതെല്ലാം എടുക്കാൻ പോണെന്ന്. പക്ഷെ എനിക്കത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ചില സമയത്ത് ചിലര് വന്നു കഴിഞ്ഞ് സാറേ പടം നന്നായിരുന്നു, എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടു, ഇന്ന ഏരിയയിൽ ഇങ്ങനെ പ്രശ്നം തോന്നി, വളരെ സന്തോഷം സാറേ, നല്ല സിനിമകൾ ചെയ്യണം, വെച്ചു. ദാറ്റ്സ് ഇറ്റ്. ചിലർ അത്തേ പിടിച്ചങ്ങ് കയറുകയാണ്. ഇപ്പൊ ചിലർ അത്തേ പിടിച്ച് കയറി കുറച്ച് ചെയ്യുമ്പോൾ സാറേ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം തരണം, അല്ല എന്റെ ഒരു കഥയുണ്ട്, അത് ഇങ്ങനെ അങ്ങ് പോകും. കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അപ്പൊ ഞാൻ പറയും പോലെ പിന്നെ വിളിച്ച് എന്ന് പറഞ്ഞാൽ കട്ടിയിരിക്കും. അല്ല ചെയ്യാൻ പറ്റുമല്ല അങ്ങനെ. പിന്നെ അതൊക്കെ ഇതിനകത്തുള്ളതാണ്. നമ്മള് പണ്ട് എന്നോടൊരാള് ഒരു നടൻ എന്നോട് ഇങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇവരെ കൊണ്ട് രക്ഷില്ല. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോ ഇന്നിങ്ങനെ ആയതും അവര് കാരണമാണ്, അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് എന്നാലും കിട്ടും. ഞാൻ പറഞ്ഞു അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരിക്കലും ഒരു നടനോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ കഥകൾ കേൾക്കാൻ പറ്റില്ല, എല്ലാ കഥകളും നിങ്ങൾ കേൾക്കണ്ട, നിങ്ങള് അതിലൊരാളെ വെക്ക്, നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നിമിഷം ഒരാളെ വെക്ക്, കഥകൾ കേട്ടിട്ട് അത് ഫിൽട്ടർ ചെയ്ത് വരാനുണ്ട്. ഇപ്പൊ എന്നോട് കഥകൾ പറയാൻ വരുന്നവരോട് ഞാൻ പറയുന്നത് വെച്ചാൽ
ഒരു സിനോപ്സിസ്, ഡീറ്റെയിൽഡ് സിനോപ്സിസ് മെയിലിട്. പിന്നെ ചിലര് പക്കാ സ്ക്രിപ്റ്റ് ഉള്ളത് വരുമ്പോൾ ഞാൻ എന്റെ വൈഫിനോട് മോളോടൊക്കെ വായിക്കാൻ പറയും. അവര് വായിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ പറഞ്ഞ ശേഷം ഒരു കഥാതന്തു പറഞ്ഞ ശേഷം ഞാനത് അതിന്റെ ഫർദർ ഇതിൽ പോയി. ഇപ്പൊ തന്നെ കുറെ സ്ക്രിപ്റ്റ് കൊണ്ട് വായിച്ചു തീർക്കാനായിട്ട്. അപ്പൊ ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് തീർത്തിട്ട് ഞാൻ പറഞ്ഞു സിനോപ്സിസ് അയക്കുക ഡീറ്റെയിൽഡ്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോ പിന്നെ ഈ ഒരു പയ്യനെ ഭയങ്കര പേടി. ചേട്ടാ ഞാനത് കഥ അയച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലായി എന്റെ വിശ്വാസം അയക്കണ്ട കേട്ടോ, കാരണം ഞാനങ്ങനെ അടിച്ചു മാറ്റാനല്ലോ. ഇതിപ്പോ ഈ സംഭവം കേട്ട് പേടി കൂടുമായിരിക്കും ആൾക്കാർക്ക്. സർ, സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു അടുത്ത ചോദ്യം, അതായത് ഇനി അടുത്ത പ്രോജക്റ്റ് അല്ലെങ്കിൽ അടുത്ത സിനിമ എന്താണ്? തീരുമാനമായിട്ടില്ല, പക്ഷെ അത് എന്റെ സ്ക്രിപ്റ്റ് അല്ല, അത് വേറൊരാളുടെ സ്ക്രിപ്റ്റ് ആണ്. എനിക്കിപ്പം ഇമ്മീഡിയറ്റ് ജോലി വെച്ചത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അന്ന് അൻസാർ ഖാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് കിടക്കണം. അന്ന് ഈ പ്രജിത്ത് ആയിട്ട് പ്രശ്നമായി കഴിഞ്ഞ് പ്രജിത്ത് പ്രശ്നം ചേഞ്ചസ് എല്ലാം പറഞ്ഞ് എനിക്കങ്ങ് സങ്കടവും ദേഷ്യവും വന്നിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ ആദ്യം വിളിച്ച അൻസാർ ഖാനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി പുറത്ത് സ്ക്രിപ്റ്റ് ചെയ്ത പരിപാടി നിർത്തി, നിങ്ങൾ ആരെ കൊണ്ടാണ് എഴുതിച്ചു, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അൻസാറിനോടൊക്കെ വിളിച്ച് ചൂടായി. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അൻസാർ വെച്ച് എന്നെ പറ്റി ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയാണ്, നിങ്ങൾ നിങ്ങളുടേതായ രീതി എഴുതിച്ചു, എന്റെ അടുത്ത് വന്ന് എഴുതാൻ വന്നു കഴിയുമ്പോൾ എനിക്ക് കൺവിൻസിങ് അല്ലാത്ത ഞാൻ മാറ്റാൻ സമ്മതിക്കില്ല. അയാൾ എനിക്കൊക്കെ സങ്കടം ദേഷ്യമുണ്ട്. അപ്പൊ അവസാനം അൻസാറിനെ വിളിച്ചിട്ട് അല്ല അങ്ങനെ ഞാനങ്ങനെ ചെയ്യില്ലാന്ന് പറഞ്ഞു. എനിക്കറിയാം നല്ലൊരു അൻസാറിന്റെ തന്നെ കഥയാണ്, അതെന്റെ കഥയല്ല, അൻസാറിന്റെ കഥയാണ്. പുള്ളി ടെലിഫിലിം ചെയ്ത് അതിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരു കഥയാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. അത് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കൊളവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലെ കാസ്റ്റിംഗ് ആയി സാർ അല്ലെങ്കിൽ എന്തെങ്കിലും അനൗൺസ്മെന്റ് അതിനെക്കുറിച്ച് ആ ലെവലിലേക്കൊന്നും ആയിട്ടില്ല. ഒന്ന് എഴുതി കൊടുക്കണം, അത് എഴുതി കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് ഒക്കെ ചെയ്യാമെന്നുള്ള ധാരണ നിൽക്കുന്നു. ഓക്കെ സാർ, ഡയറക്ട് ചെയ്യുന്ന സിനിമ അപ്പോ ഇനി ഉടനെ? അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞ ഫാമിലി വേറൊരാള് എഴുതുന്നുണ്ട്. അത് ഓൾറെഡി അത് എഴുതി കുറെ പോർഷൻസ് തീർന്നു, ഇനി കുറച്ചൊരു ഏരിയ ഉള്ളൂ. അപ്പൊ അത് ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സിറ്റിംഗിൽ ഇരുന്ന് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. സ്വന്തമായിട്ട് എഴുതി ചെയ്യാനുള്ളത് ഒരെണ്ണം ഇനിയുള്ളത് പൃഥ്വിരാജിന്റെ ഒരു പ്രൊജക്റ്റാണ്, ചെയ്യണം. ഓക്കെ സാർ. സാർ, ഒരിക്കൽ കൂടെ വളരെ വളരെ സന്തോഷം. ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ വരാൻ പോകുന്നു. ഞങ്ങളുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സാറിന്റെ എന്തെങ്കിലും ഒരു വിഷ്, സ്നേഹസല്ലാപത്തിട്ട് അംഗങ്ങൾക്ക്? സ്നേഹസല്ലാപത്തിലെ മെമ്പേഴ്സിന് എന്റെയും എന്റെ കുടുംബാംഗങ്ങളെയും ദൃശ്യം ടീമിന്റെയും മുഴുവൻ പുതുവത്സരാശംസകൾ. താങ്ക് യു സോ മച്ച് സാർ. സാറിനും സാറിന്റെ കുടുംബത്തിനും ദൃശ്യം ടീമിനും സാറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ നന്ദിയും സഹകരണവും സന്തോഷവും ഒപ്പം ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്.